ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? രാവിലെ തന്നെ നമ്മൾ ലോഡ് എടുക്കാനുള്ള കമ്പനിയിൽ വന്ന് റാമ്പിൽ വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ലോഡ് കയറ്റുന്ന ആ ഗ്യാപ്പിൽ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. ബാത്റൂമിൽ പോയി നമ്മൾ പല്ലുവെപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. യൂറിനറിനകത്ത് ഒരു ഈച്ചയുടെ ചിത്രം പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ലോകത്തിൽ എവിടെ ആയാലും ആണുങ്ങൾക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നിടത്തിൽ ഈച്ചനെ ഉറുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടത്തില്ല. നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇതാ ഈ യൂറിനറിന്റെ അകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് ഫ്രഷ് അപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ഇന്നിവിടെ എടുക്കാൻ വന്നിരിക്കുന്നത് പലകയാണ് കേട്ടോ. അത് ഒരു മില്ലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പ സെറ്റപ്പ് മില്ലാണ്. ഇത് കണ്ടില്ലേ, ഒരു സൈഡിൽ നമുക്ക് ഫുള്ള് വുഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സമയത്ത് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ഫാക്ടറി പോയിട്ട് പലകയാക്കിയിട്ട് അത് ലോഡ് ചെയ്യുക. നമ്മളെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടുന്ന് തന്നെ ആള് വന്നിട്ട് അത് സീൽ ചെയ്തിട്ട് അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടി നേരെ നമ്മൾ ഇനി പോകാനുള്ള ആൻഡ്രൂപ്പണിലാണ്. ആൻഡ്രൂപ്പണിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ മുമ്പിൽ ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വണ്ടി എല്ലാവരും ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മളെ ലൈനിൽ എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ റോഡിൽ ഒരു കമ്പി കഷ്ണം വീട് കിടപ്പുണ്ടായിരുന്നു. അത് എടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വന്നത്. അവരാ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ പോയി. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തി. നമ്മളെ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് തന്നെ ഒരു പിക്കപ്പ് ഉണ്ട്. ആ പിക്കപ്പ് എടുത്തിട്ട് എനിക്ക് ഇനി കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ മതി. ഈ പിക്കപ്പ് ഇനിയിപ്പോൾ നാളെ രാവിലെ ഫ്രാൻസിലാണ് കേട്ടോ അൺലോഡിങ് വരുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും എന്നത്തെ പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ.